മോളെ ശ്യാമേ, ഇന്ന് നീ കൂടെ അച്ഛൻ്റെ ഒപ്പം ഓഫീസിലേക്ക് പോവാ. ഞാനോ? ഞാൻ എന്തിനാ അച്ഛൻ ഓഫീസിലേക്ക് വരുന്നേ? കാരണമില്ലാതൊരു കാര്യം അച്ഛൻ പറയൂ. ശ്യാമേ, കമ്പനി ജോലിക്കെടുക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? അവളെ കമ്പനിയുടെ ജോലിക്കാരിയല്ല, മുതലാളിയാക്കാനാ ഞാൻ ശ്രമിക്കുന്നത്. പിന്നെ മോളെ, ഓഡിറ്റർ കണക്ക് കൊടുക്കുന്നതിന് മുമ്പ് എല്ലാം ക്രോസ് ചെക്ക് ചെയ്യാനായി ആദർശ് ഓഫീസിൽ വരും. നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് കുറെ നാളായില്ലേ? നീ എൻ്റെ കൂടെ എവിടെങ്കിലും പോകാനെന്നുള്ള രീതിയിൽ വന്നാൽ മതി. യാദർച്ഛികമായി ആദർശിനെ കാണുന്ന പോലെ കണ്ട് നിങ്ങൾക്ക് കുറച്ചു നേരം സംസാരിക്കാൻ പറ്റും. ആദർശന്റെ ശ്യാമചേച്ചിയും കല്യാണം നടത്താൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെന്ന് കാണേണ്ട കാര്യമുണ്ടോ? ഇവർക്കൊരു ദിവസം രണ്ടുപേർക്കും കൂടി ഡേറ്റിങ്ങിന് പോയാ പോരെ? അതിനൊന്നും ആദർശന് ഇപ്പൊ സമയം ഉണ്ടാവില്ല. പിന്നെ കല്യാണത്തിന്റെ കാര്യം നമ്മൾ ഇവിടെ സംസാരിച്ചതല്ലാതെ മാധവി ചേച്ചിയോടൊന്നും സംസാരിച്ചിട്ടില്ല. നീ ഇതൊന്നും അവർക്ക് പറഞ്ഞു കൊടുത്തില്ലേ ലളിതേ? ഞാൻ ശിവാനിയോടൊന്നും പറഞ്ഞിട്ടില്ല. അതെന്താ? നമ്മൾ കുടുംബത്തിലൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണ്ടേ? അതിന് ശിവാനിയെ മാത്രം ഒഴിവാക്കി നിർത്താൻ പാടില്ല. എന്നിട്ടാണോ അച്ഛൻ എന്നെ മാറ്റി നിർത്തി ശ്യാമചേച്ചിയോട് മാത്രമായിട്ട് കല്യാണ കാര്യം പറഞ്ഞത്? എടി, അത് അവളുടെ കല്യാണക്കാര്യം ആദ്യം അവളോട് തന്നെ ചോദിക്കണ്ടേ? അത് കഴിഞ്ഞല്ലേ ബാക്കിയുള്ളവരോട് പറയാൻ പറ്റൂ. അത് ശരിയാ. ശ്യാമേ, അപ്പൊ നീ വേഗം റെഡി ആയിക്കോ. വേണോ മോളെ? ഇത്തിരി മോക്ക് വേണോടി? മതി മതി. മോളെ, നല്ല മോഡേൺ ഡ്രസ് എന്തെങ്കിലും ഇട്ടോ. ആദർശന് അതൊക്കെ ആയിരിക്കും ഇഷ്ടം. എന്തൊക്കെയാ അമ്മ ഇവിടെ നടക്കുന്നേ? ചേച്ചി കൂടി ആദർശേട്ടനെ വളയ്ക്കാൻ പോവാണോ? അതോ അച്ഛന്റെ കൂടെ? അൺബിലീവബിൾ. നമ്മുടെ ഫാമിലി ഇത്ര ഫോർവേഡ് ആയിരുന്നോ? ശിവാന്റെ നീ ഒന്ന് ചുമ്മാതിരുതേ. കേട്ടിട്ട് മനുഷ്യന്റെ തൊലി ഉരിയുന്നു. നാണം കെട്ട പരിപാടി. എന്നിട്ടെന്താ അച്ഛൻ നിന്നപ്പോ ഇത് പറയാതിരുന്നേ? എന്നിട്ടെന്തിനാ ഇവിടെ വഴക്കും ബഹളവും ഉണ്ടാകാനോ? ചേട്ടൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും. ഞാൻ വെറുതെ എതിർത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. എന്തിനാ എതിർക്കുന്നേ? ആദർശേട്ടൻ നൈസ് അല്ലേ? ചേച്ചിക്കുടി നന്നായി ചേരുമല്ലോ. പിന്നെന്താ? ഒന്നുമില്ലെങ്കിലും നമ്മുടെ മുറച്ചേർക്കണല്ലേ. എന്നാ നീ കെട്ടിക്കോ. ചാൻസ് എനിക്കില്ലല്ലോ, ചേച്ചിക്കല്ലേ. ചേച്ചി നിൽക്കുമ്പോ അനിയത്തെ കെട്ടിക്കുന്ന ചരിത്രം ഈ കുടുംബത്തിനില്ല, അല്ലേ അമ്മേ? ഒന്ന് മൂടി വിടുന്ന. ഇവക്കെല്ലാം കുട്ടിക്കളിയാ. എന്റെ നെഞ്ചിൽ തീയാ. അതെന്തിനാ? ഇവളെ കൊണ്ട് വെറുതെ കോലം കെട്ടിക്കണ്ട. ഈ കല്യാണം നടക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. എനിക്ക് ഈ കല്യാണത്തിന് ഒരു താല്പര്യമില്ല അമ്മേ. ചേടാ, അച്ഛനായിട്ട് സപ്പോർട്ട് ചെയ്ത് ഒരാളെ പ്രേമിക്കാനുള്ള ഒരു അവസരം തരുമ്പോ അതൊന്ന് ഉപയോഗിക്കണ്ടേ? നമുക്കൊന്നും ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നില്ലല്ലോ ഈശ്വരാ. ഇവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കും. നീ അതൊന്നും കാര്യാക്കണ്ട. എനിക്ക് വയ്യമ്മ അച്ഛന്റെ കൂടെ പോവാൻ. അമ്മ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് എന്നെ ഒന്ന് രക്ഷിക്കാവോ? ഇനിയിപ്പൊ ഞാനൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇപ്രാവശ്യം നീ അച്ഛന്റെ കൂടെ ചെല്ലേ. ഇത്ര സില്ലി കാര്യത്തിലൊക്കെ ഇങ്ങനെ ടെൻഷൻ ആയാലോ? ചിയർ അപ്പ് മൈ ഗേൾ. ഇടി, നീ വേഗം കഴിച്ചിട്ട് റെഡി ആവാൻ നോക്ക്. വേഗം ആട്ടെ. അങ്കിൾ, എൻ്റെ ക്യാബിനിലേക്ക് ഒന്ന് വരാമോ? വാ. ഇതാര് ശ്യാമയാ? ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇറ്റ്സ് എ സർപ്രൈസ്. യൂണിവേഴ്സിറ്റിയിൽ എന്തോ ആവശ്യത്തിന് പോകാനായിട്ട് എന്നോടൊപ്പം ഇറങ്ങിയതാ. ആദർശ് വരുമെന്ന് ഞാൻ പറഞ്ഞപ്പോ എന്നാ ഒന്ന് കണ്ടിട്ട് പോകാന്ന് ഇവളും പറഞ്ഞു. അത് നന്നായി. ഇരിക്കും മോളെ. കാര്യം നമ്മൾ ബന്ധുക്കളൊക്കെ ആണെങ്കിലും നിങ്ങൾ തമ്മിലൊക്കെ കണ്ടിട്ട് എത്ര നാളായി. സത്യം, ഞാൻ ജോലിയിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ മറ്റു പലതും മറന്നേ പോകും. ഞാൻ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷനുകൾ വരുമ്പോഴെങ്കിലും നമ്മൾ മീറ്റ് ചെയ്തേനെ. അതെ. അല്ല, ശ്യാം ഇപ്പം എന്ത് ചെയ്യുന്നു? MA മലയാളം കഴിഞ്ഞു. ഓ, മലയാളം MA. ഓക്കെ. വെറുതെ എന്തെങ്കിലും പഠിക്കട്ടെ എന്ന് കരുതി പഠിച്ചതാ. ശിവാനിയോ? ശിവാനി പഠിക്കല്ലേ? അതെ, BSc മാത്സ് ഫൈനൽസ് അമ്മ. ആണല്ലേ. ശിവാനി ഇപ്പോഴും തീരെ കുട്ടിയായിട്ട് എൻ്റെ മനസ്സിലുള്ളത്. ഹലോ, അതെ. ഇല്ല, ഞാൻ വരുന്നുണ്ട്. നമ്മളിതുവരെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ.
വേണ്ട, ബുദ്ധിമുട്ടുണ്ടാ? ജോലി നടക്കട്ടെ, ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടോളാം. ആ, ഞാൻ വരുമ്പോൾ കൊണ്ടുവരാം. ശരി, ഓക്കെ. ഓഡിറ്ററാ, അക്കൗണ്ട്സ് എല്ലാം ഫൈനൽ ചെയ്തില്ലേ? ഞാനത് അദ്ദേഹത്തെ കാണാൻ പോകുന്നുണ്ട്. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് പെൻഡ്രൈവിലാക്കിയാൽ അത് കൊടുക്കാം. അക്കൗണ്ട്സ് ഫൈനലായിട്ടില്ല. അതോർത്ത് ആദർശ് ടെൻഷൻ ആവണ്ട, ഞാനത് ഓഡിറ്റർക്ക് എത്തിച്ചോളാം. അതെന്താ അക്കൗണ്ട്സ് സെറ്റ് ആവാത്തത്? ഞാൻ ഇന്ന് അത് വേണമെന്ന് പറഞ്ഞിരുന്നതാണല്ലോ. ഇന്ന് ചെയ്യേണ്ട ജോലികൾ ഇന്ന് തന്നെ തീർക്കേണ്ടതല്ലേ? അത് നാളത്തേക്ക് വെച്ചാൽ എങ്ങനെയാ ശരിയാവുന്നത്? അക്കൗണ്ടന്റിനെ വിളിക്ക്. ഹലോ, ഒന്ന് MD ക്യാമ്പിലേക്ക് വരൂ. ആ, ശ്യാമയ്ക്ക് യൂണിവേഴ്സിറ്റി പോകണ്ടല്ലേ? അങ്കിൾ വേണമെങ്കിൽ ശ്യാമ ഡ്രോപ്പ് ചെയ്തോളൂ, അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവറെ അയക്കാം. വേണ്ട, ഞാൻ പോയിക്കോളാം. ശരി. ഇവിടുത്തെ ഈ തിരക്കിലും ടെൻഷനിലും സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ബൈ. ബൈ.